ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗര വെള്ളച്ചാട്ടം. അമേരിക്കയിൽ വന്നിട്ട് വെള്ളച്ചാട്ടം കാണാൻ പോയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് നയാഗര. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 700-750 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സ്ഥലമാണ് നയാഗര. ഞങ്ങളുടെ ഫസ്റ്റത്തെ ലോങ് ഡ്രൈവ് ആണ് ഈ നയാഗര യാത്ര. അപ്പോൾ ഞങ്ങളുടെ ഈ നയാഗര യാത്രയാണ് ഞങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 750 കിലോമീറ്ററോളം, അതായത് ഇവിടെ മൈൽസാണ് പറയുക, 450 മൈൽസോളം ദൂരമുണ്ട് നയാഗരയ്ക്ക്. ഞങ്ങൾ രാവിലെ 11 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ ഏകദേശം എത്തിയത് രാത്രി 12 മണിയായി. പക്ഷേ അത് ഞങ്ങൾ ആദ്യമായിട്ട് ഓടിക്കുന്നതാണ്. നല്ല ബ്രേക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. ഡിന്നറൊക്കെ കഴിക്കാൻ ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി 12 മണിക്ക് എത്തിയത്. ഞങ്ങളെടുത്ത ഹോട്ടൽ ഹോളിഡേ ഇന്നാണ്. തൊട്ടടുത്ത് തന്നെയാണ്, നയാഗര വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ചാർജാണ്. നമുക്ക് ഇവിടെ ഹോട്ടലിൽ തന്നെ നമ്മുടെ വണ്ടി ഇടണമെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ കോമൺ നയാഗര വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെ കോമൺ വണ്ടികൾ പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ $15 ഏറ്റവും ചെറുത്. പക്ഷേ അതിന് ശേഷം പിന്നെ $35 വൺ ടൈം പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ആവുന്നത്. ഫ്രൈഡേ ഫുള്ള് ഞങ്ങൾ ട്രാവൽ ചെയ്തു. രാത്രി 12 മണിക്ക് ഹോട്ടലിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നയാഗര വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മെയിൻ സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഞങ്ങൾ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഏറ്റവും പ്രത്യേകത അവിടെ വന്ന വിസിറ്റേഴ്സിൽ ഓൾമോസ്റ്റ് 50% ഇന്ത്യൻസ് തന്നെയാണ്. ഈവൻ മലയാളം സംസാരിക്കുന്നതൊക്കെ നമുക്ക് ചുറ്റും കേൾക്കാം. ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ ചോദിച്ചു മലയാളത്തിൽ. അപ്പോൾ അതുപോലെ അടക്കം നമുക്ക് ഇന്ത്യൻസിനെ അവിടെ കാണാൻ സാധിക്കും. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് നമുക്ക് നമ്മുടെ അവിടുത്തെ ഓതൻറ്റിക് ഇംഗ്ലീഷ് ഫുഡ് കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ഫുഡ്സ് അത്രയ്ക്ക് 3-4 റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. അതിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം ഫ്ലോപ്പായിരുന്നു. ഇനി എന്താ, നമുക്ക് നേരെ നയാഗരയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ നയാഗരയുടെ ഒരു സ്ട്രക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ നയാഗര വാട്ടർഫോൾസ് എന്ന് പറയുന്നത് 3 വാട്ടർഫോൾസ് കൂടി ചേർന്നതാണ്. അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ് ആൻഡ് ഹോഴ്സ് ഷൂ ഫോൾസ്. അതിൽ ഏറ്റവും വലിയത് ഹോഴ്സ് ഷൂ ഫോൾസ് ആണ്. ഈ ഹോഴ്സ് ഷൂ ഫോൾസ് ഏറ്റവും അറ്റത്താണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയും അമേരിക്ക തമ്മിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു വാട്ടർഫോൾസാണ്. ഈ എല്ലാ വാട്ടർഫോൾസും വീഴുന്നത് റിവർ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും കാനഡ ബോർഡറിലാണ് ഈ വെള്ളം വീഴുന്നത്. ബ്രൈഡൽ വെയിൽ നടുക്കാണ് ഈ വാട്ടർഫോൾസ്. അത് ഭയങ്കര ചെറിയ വാട്ടർഫോൾസാണ്. ഈ ബ്രൈഡൽ വെയിലും അമേരിക്കൻ ഫോൾസിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിനെ ലൂണ ഐലൻഡ് എന്നും, ബ്രൈഡൽ വെയിലും ഹോഴ്സ് ഷൂ വാട്ടർഫോൾസിൻ്റെ നടുക്കുള്ള വലിയൊരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിനെ നമ്മൾ ഗോട്ട് ഐലൻഡ് എന്ന് പറയും. ഇത് രണ്ടും ന്യൂയോർക്കിൻ്റെ, അതായത് US ഭാഗമാണ്. നമ്മൾ US സൈഡിൽ നിന്നാണ് പോകുന്നത്. കാനഡ സൈഡിൽ നിന്ന് വാട്ടർഫോൾസ് കാണാൻ ഗംഭീരമായിരിക്കും. നല്ല വ്യൂ ആയിരിക്കും കാനഡ സൈഡിൽ നിന്ന്. പക്ഷേ തൊട്ടറിയണമെങ്കിൽ ഏറ്റവും നല്ലത് US സൈഡാണ്. നിങ്ങളുടെ സൈഡിൽ കൂടെയാണ് വെള്ളം ഒഴുകി താഴത്തേക്ക് വീഴുന്നത്. പക്ഷേ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ കാനഡ സൈഡിൽ നിന്ന് തന്നെയാണ് വേണം. ഇതല്ലാതെ തന്നെ നല്ലൊരു വ്യൂ നമുക്ക് ബോട്ടിംഗ് വഴി കിട്ടും. നമുക്ക് അതിലേക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം പാർക്കിലേക്ക് കടത്തു. നയാഗരയുടെ പാർക്കിലേക്ക് കടന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ആ ഭാഗത്തേക്ക് നമ്മൾ പതുക്കെ അവിടേക്ക് നീങ്ങി കുറച്ച് നേരം വാച്ച് ചെയ്തതിന് ശേഷം അവിടുത്തെ മെയിൻ 2 ഇവൻറ്റ്സാണ് മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് ആൻഡ് വിൻഡ് ഓഫ് ദി കേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം മെയ്ഡ് ഓഫ് ദി മിസ്റ്റിലേക്കാണ് എടുക്കാൻ പോയത്. അതിന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് അഡൾട്ട്സിന് $28, കിഡ്സിന് $13 അതിൻ്റെ ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഭയങ്കര ഹൈറ്റിലാണ്. ആ ഡെക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് വാട്ടർഫോൾസ് അമേരിക്കക്കാർക്ക് പറ്റാവുന്ന മാക്സിമം നല്ല വ്യൂ തരുന്ന ഒരു ഡെക്കാണ്. അപ്പോൾ അതിലേക്ക് കയറാനും നമുക്ക് $1.5 കൊടുക്കണം. അത് മാൻഡറ്ററി ആണ്. മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് ബോട്ടിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഈ 3 വാട്ടർഫോൾസിന് താഴത്തോടെ നമ്മൾ ബോട്ടിൽ പോകും. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം റൈഡ് നമുക്ക് കാനഡ സൈഡിൽ നിന്നുണ്ട്. കാനഡ സൈഡിൽ നിന്ന് ബോട്ടിലത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന റെയിൻ കോട്ട് റെഡ് കളറും, അമേരിക്കൻ സൈഡിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന കോട്ടിൻ്റെ നിറം ബ്ലൂ കളറാണ്. അത് ഓരോ സീസണിൽ കളർ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേറെ ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ വേറെ കളേഴ്സ് ആയിരുന്നു. എന്തായാലും ബ്ലൂ കളർ കോട്ടൊക്കെ ഞങ്ങൾ ധരിച്ച് ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് നീങ്ങി. ആദ്യം നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് അമേരിക്കൻ ഫോൾസാണ്. അമേരിക്കൻ ഫോൾസിൻ്റെ സൈസ് നമ്മൾക്ക് സുപരിചിതമായ അതിരപ്പള്ളി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കൻ ഫോൾസ് ഏകദേശം അതിരപ്പള്ളിയുടെ സൈസാണ്. അതിൻ്റെ
ഹൈറ്റ് 21 തൊട്ട് ഒരറ്റത്ത് നിന്ന് 21 തൊട്ട് മറ്റേ അറ്റം 30. അത് ഏകദേശം നമ്മുടെ അതിരപ്പള്ളിയുടെ ഹൈറ്റ് തന്നെയാണ്. അതിരപ്പള്ളിക്ക് 25. വീതി നോക്കുകയാണെങ്കിൽ 320 മീറ്ററാണ് നമ്മുടെ അതിരപ്പള്ളിയുടെ വീതി. പക്ഷേ 120 മീറ്ററുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ അമേരിക്കൻ ഫോൾസിൻ്റെ ഒരു പകുതിയുള്ളൂ അതിരപ്പള്ളിയുടെ വീതി. ഹൈറ്റ് ഏകദേശം സെയിം ആണ്. അപ്പോൾ നമ്മൾ അമേരിക്കൻ ഫോൾസ് ആദ്യം കാണുന്നത്, പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. അതിനെയാണ് ബ്രൈഡൽ വെയിൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ആൾക്കാർ പോയി നിൽക്കുന്നതും കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്ക് അവിടേക്ക് പോകുന്ന വേറെ സംഭവമുണ്ട്, അത് പിന്നീട് നമുക്ക് കാണാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നമുക്ക് ആ വാട്ടർഫോൾസിന് താഴത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈഡൽ വെയിൽ കണ്ടു. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങി ഇതിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഹോഴ്സ് ഷൂ ഫോൾസ്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതൊരു കർവ് ചെയ്ത് ഹോഴ്സ് ഷൂയുടെ ഷേപ്പിലാണ് അതിൻ്റെ വാട്ടർഫോൾസ്. നമ്മളങ്ങോട്ട് അടുക്കുന്നവരും നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് വെള്ളം തെറിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ബോട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 57 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതിരപ്പള്ളിയുടെ 25 മീറ്റർ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇരട്ടിയുടെ മുകളിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 790 മീറ്റർ വീതിയുണ്ട്. അതായത് അതിരപ്പള്ളി 120 ഉള്ളൂ, ഇത് 790. അതായത് ഏകദേശം 7-8 മടങ്ങ് വീതി ഈ വാട്ടർഫോൾസിനുണ്ട്. അപ്പോൾ അത്രയ്ക്കും വലിയ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുക്കും തോറും വെള്ളം തെറിച്ചിട്ട് നമുക്ക് കണ്ണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്നാണ് ഈ റൈഡിന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത അനുഭവമാണ്, അടിപൊളി അനുഭവം. നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലൻ അനുഭവമാണ്. അവിടെ നമ്മുടെ ബോട്ട് പോയിട്ട് ചെന്ന് ഒരു റൗണ്ട് അടിക്കും. എല്ലാ സൈഡിലും ബോട്ടിൻ്റെ എല്ലാ സൈഡിലുള്ള ആൾക്കാർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ വട്ടം കറങ്ങും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു സൈലൻസിലേക്ക് മൂവ് ചെയ്യും. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസാണ്. അതൊക്കെ അനുഭവിച്ച് പിന്നെയും നമ്മൾ അമേരിക്കൻ ഫോൾസിൻ്റെ അവിടേക്ക് എത്തും. അവിടെയും ഒരു പ്രാവശ്യം വട്ടം കറക്കും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളെ കയറ്റിയ ആ സ്ഥലത്തേക്ക് എത്തും. ഇറങ്ങുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഒന്നുകൂടി വരും, നമുക്ക് ഒന്നുകൂടി പോയാലോ. അതുപോലത്തെ ഒരു അനുഭവമാണ്, ഒരു ഗംഭീര അനുഭവമായിരുന്നു ആ ബോട്ട് റൈഡ്. ഒന്നും പറയാനില്ല, എന്നും മനസ്സിൽ ഓർക്കാവുന്ന ഒരു റൈഡായിരിക്കും ഈ ബോട്ട് യാത്ര. ഞങ്ങൾ ബോട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രോസ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂയിങ് ഏരിയ ഉണ്ട് വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത്, അമേരിക്കൻ ഫോൾസിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് കുറച്ച് നടന്നു. അപ്പോൾ ഭയങ്കര തിരക്കായി തുടങ്ങി. വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യാമറയിലേക്കൊക്കെ വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി വഴിയെത്തി. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ബോട്ട് ഇറങ്ങുന്ന സ്ഥലം നമ്മൾ ഒബ്സർവേഷൻ ഉണ്ടാക്കിയിരുന്ന ലിഫ്റ്റ് പിടിച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ബോട്ട് എടുത്തത്. നമ്മൾ ലിഫ്റ്റ് കയറി മേളിലേക്ക് പോയി, ഒബ്സർവേഷൻ ഡെസ്കിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ അമേരിക്കക്കാർക്ക് വാട്ടർഫോൾസ് മാക്സിമം കിട്ടുന്ന വ്യൂവിലേക്ക് എത്തി. ഞങ്ങളവിടെ നിന്ന് എത്തിച്ചു നോക്കി. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. നമുക്ക് തൊട്ടപ്പുറത്ത് കാനഡയൊക്കെ കാണാം. പിന്നെ കാനഡയിലേക്ക് പോകുന്ന ആ ബ്രിഡ്ജസും അതൊക്കെ കാണാൻ സാധിക്കും. കാനഡയിലാണെങ്കിൽ ഒരു ഉത്സവ പറമ്പ് പോലെയാണ്. അവിടെ ജൈൻറ്റ് വീലും കുറേ സിറ്റി ഫീലാണ്. അവിടെ കുറേ ഒബ്സർവേഷൻ ഏരിയാസ് ഉണ്ട്, കുറേ ബിൽഡിങ്സൊക്കെ പൊന്തിയിരിക്കുന്നത് നമുക്ക് കാനഡ സൈഡിൽ കാണാം. അടിപൊളി ഏരിയയാണ് ആ ഏരിയ. ഈ പുഴ ക്രോസ് ചെയ്യുന്ന ഒരു വലിയൊരു പാലം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഒബ്സർവേഷൻ ഡെസ്കിന്. അങ്ങനെ വെള്ളച്ചാട്ടം അവിടെ നിന്നുള്ള ഒരു വ്യൂ കുറച്ച് നേരം ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് കുറേ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ആദ്യം നമ്മൾ അവിടെ പോയിട്ട് സോവനിയേഴ്സ് വിൽക്കുന്ന ഷോപ്പിൽ കയറി അവിടെ നമുക്ക് ഇഷ്ടമുള്ള നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സോവനിയർ മേടിച്ചു. അങ്ങനെ മേടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്
ഫ്രഷ് ആയതിനു ശേഷം അടുത്ത റൈഡിലേക്ക് പോയി. അടുത്ത റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൻഡ് ഓഫ് ദി കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈഡല്ല ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകണം. ഐലൻഡിലേക്ക് നടന്നു പോകാനുള്ള പാലമുണ്ട്. ഇവരൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒരാൾക്ക് അഡൾട്ട്സിന് $3, കുട്ടികൾക്ക് $2 ടിക്കറ്റ്. പിന്നെ അവിടെ ഒരു കേവിലേക്ക് പോകാനുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണം. അത് കിട്ടിയത് രാത്രി 8:30-ക്കാണ്. ഇവിടെ രാത്രി 8:30 എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. 9-9:15 ആകുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അതുകൊണ്ട് 8:30-ക്ക് ഉള്ള അപ്പോയിൻമെൻ്റ് എടുത്തു. ഞങ്ങൾ അവിടേക്ക് പോകാനുള്ള ഈ ബസ്സിൻ്റെ ടിക്കറ്റും എടുത്തു. ഇത് ഡബിൾ ക്യാബിനാണ്, 2 ക്യാബിനുണ്ട് ഇതിൽ ഈ ബസ്സിൽ. ഈ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ബാൻഡിൻ്റെ രൂപത്തിലാണ് തരുന്നത്. നമ്മളെല്ലാവരും കയ്യിൽ ബാൻഡ് ഒട്ടിക്കണം. ബാൻഡ് കയ്യിൽ കെട്ടി കാണിക്കുമ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറാം. ഈ ബസ്സിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രാവശ്യം യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ബസ് പല വഴിക്കോടെ പോകും. ഇതിലെ പല ഐലൻഡിൽ, നേരത്തെ പറഞ്ഞ പോലെ ലൂണ ഐലൻഡിലേക്കും ഗോട്ട് ഐലൻഡിലേക്കും പിന്നെ ഇതിനിടയ്ക്കുള്ള നല്ല വ്യൂയിങ് ഏരിയാസിലേക്കൊക്കെ ഈ ബസ് പോകും. അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിൽ കയറി. നല്ല രസമാണ്. വുഡൻ കൊണ്ടുണ്ടാക്കിയ ബസ്സാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പല നല്ല വ്യൂയിങ് ഏരിയ കൂടെ ബസ്സിൽ പോകും. പാലമൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ വാട്ടർഫോൾസിലേക്ക് ഒഴുകുന്ന വെള്ളം, ആ പുഴ ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഗോട്ട് ഐലൻഡിലേക്ക് എത്തി. ഗോട്ട് ഐലൻഡിൽ നമുക്ക് ഈ നയാഗ്രയുടെ മെയിൻ വാട്ടർഫോൾസായ ഹോഴ്സ്ഷൂ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കുള്ള ഒരു പാർക്ക് ഏരിയ ഉണ്ട്. അവിടേക്ക് പതുക്കെ നടന്നു. നമുക്ക് അവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണില്ല, പക്ഷേ വെള്ളം വീഴുന്ന ഏരിയയാണ് നമ്മൾ അടുക്കുന്നത്. അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. നല്ല സൗണ്ടും വെള്ളം ഇങ്ങനെ കാറ്റത്തിങ്ങനെ നമ്മുടെ മേത്തേക്ക് അടിക്കും. നല്ലൊരു വ്യൂയിങ് ഏരിയയാണ്. നമുക്കിങ്ങനെ ഇതുപോലെ അതിരപ്പള്ളിയിൽ സേഫായിട്ട് നിന്ന് നമുക്ക് അതിരപ്പള്ളി ആസ്വദിക്കാൻ നമുക്ക് മേളിൽ സാധിക്കില്ല. നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണം. ഇവിടെ ഭയങ്കര കെയറിങ് രീതിയിൽ അവരൊരു അറേഞ്ച്മെൻറ്റ്, നല്ലൊരു വ്യൂയിങ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഈ വെള്ളം വീഴുന്നത് കാണാൻ സാധിക്കും. അവിടുത്തെ അറേഞ്ച്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ്. എന്തൊരു രസമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തതാണ്. ചുറ്റും നല്ല പ്രൊട്ടക്ഷനും, വെള്ളം വീണാലും ഈവൻ ബോട്ടിങ്ങിലും നമുക്ക് അത് ഫീൽ ചെയ്തിരുന്നു. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ നല്ല രസമായിട്ടാണ് അവർ സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് ആ ഹോഴ്സ്ഷൂ വാട്ടർഫോൾസ് വീഴുന്നത് കുറച്ച് നേരം ആസ്വദിച്ചു. അങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കുള്ളത് 8:30 അപ്പോയിൻമെൻ്റാണ് കേവിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ആ പാർക്കിലൊക്കെ ഇരുന്ന് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് പിന്നെ 8:30 അപ്പോയിൻമെൻറ്റിലേക്ക് ഓടിയെത്തി. നമുക്ക് തന്നിരിക്കുന്ന ആ സ്ലോട്ടിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ 8:30 സ്ലോട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. കേവ് ഓഫ് ദി വിൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റി പറയായിരുന്നു. കേവ് ഓഫ് ദി വിൻസ് ആണ്. കേവ് ഓഫ് ദി വിൻസിന് ഞങ്ങൾക്ക് 8:30-ക്കാണ് സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഓടിയെത്തി. ഷാർപ്പ് 8:30-ക്കാണ് ഞങ്ങൾ എത്തിയത്. ആ ടൈമൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറ്റില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ട്. ഫോട്ടോ ബൂത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അത് അവർ എഡിറ്റ് ചെയ്തിട്ടൊക്കെ നല്ല രസമായിട്ട് തന്നെ അവർ നമുക്ക് തരും. ഒരു പ്രത്യേക പോസ്റ്റിലൊക്കെ നിൽക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അതുപോലെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഏരിയയിലേക്ക് കിടക്കും, ഒരു ഹോളിലേക്ക് കിടക്കും. അവിടെ ഈ നയാഗ്രയുടെ ചരിത്രം കാണിക്കുന്നുണ്ട്. ഈ അവർ നയാഗ്രയുടെ വെള്ളച്ചാട്ടം അവർ ഹൈഡ്രോ ഇലക്ട്രിക് പവറിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിയ വഴി ആദ്യം അവർ നയാഗ്ര വാട്ടർഫോൾസിനെ അവർ പ്രിസർവ് ചെയ്തു. എന്നിട്ട് വാട്ടർഫോൾസിൻ്റെ താഴെ ഇതേപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. അത് വെച്ചിട്ട് ഇപ്പോൾ കുറേ ഇൻഡസ്ട്രീസും കുറേ ഏരിയ തന്നെ അവർക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പുഴയിലൊക്കെ ഇവർ മാലിന്യമൊക്കെ ഡംപ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർ ബ്ലോക്ക് ചെയ്തു. അതിന് കുറേ പ്രൊസഷനും കുറേ സമരങ്ങളും അവർ ചെയ്ത് ഫാക്ടറികളൊക്കെ അവരുടെ വേസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യിപ്പിച്ച് നയാഗ്ര വെള്ളച്ചാട്ടം പ്യുവറാക്കി. അതിനുശേഷമാണ് അവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പറയുന്ന കുറേ വിഷ്വൽസും അത് നല്ല രസമായിട്ട് തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കേവ് ഓഫ് ദി വിൻസിലേക്ക് നമ്മൾ പോയത്. ആ ഒരു ലിഫ്റ്റ് കയറി നമ്മൾ ഭയങ്കര താഴെ വെള്ളച്ചാട്ടത്തിന് താഴത്തേക്ക് പോകണം. ഞങ്ങൾ അവിടേക്ക് താഴത്തേക്ക് ലിഫ്റ്റ് കയറി. അതിനുശേഷം ഒരു കുഞ്ഞി കേവാണ്. ആ കേവിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഈ മലയുടെ ഉള്ളിൽ കൂടെയാണ് ഈ ലിഫ്റ്റ് ഇട്ടത്. എന്നിട്ടൊരു കേവ് പോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ എത്തുന്നത് നേരത്തെ പറഞ്ഞ ആ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അതായത് ബ്രൈഡൽ വെയിലിൻ്റെ ഹോഴ്സ്ഷൂ വാട്ടർഫോൾസിന് നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ബ്രൈഡൽ വെയിലിൻ്റെ തൊട്ടടുത്തേക്കാണ്. അവിടെ നല്ലൊരു വ്യൂയിങ് പൊസിഷൻ അവരുണ്ടാക്കിയിട്ടുണ്ട്. വ്യൂയിങ് പൊസിഷനല്ല, നല്ല സേഫായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ്
പ്ലേസ് പ്ലാറ്റ്ഫോം നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴത്തേക്കും അവിടെ വാട്ടർഫോൾസിലേക്ക് ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റ് കാനഡ സൈഡിൽ നിന്നാണ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ്സ് വാട്ടർഫോൾസിലേക്ക് വെച്ചേക്കുന്നത്. കാനഡയിലാണെങ്കിൽ ഒരു ഉത്സവ പറമ്പ് പോലെയാണ്. അവിടെ ജൈൻറ്റ് വീലൊക്കെ ലൈറ്റപ്പ് ചെയ്ത് ചുറ്റും ഭയങ്കര ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാനഡ ഏരിയ കാണുന്നത്. ആ സിറ്റി അടിപൊളിയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ പതുക്കെ ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അവിടെ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് ക്യാമറയിൽ വെള്ളം വീഴായിരുന്നു, അതുകൊണ്ട് ക്ലിയർ ആയിരിക്കില്ല. നമുക്ക് മഴവില്ല് കാണാൻ പറ്റും. മഴവില്ല് വട്ടത്തിലാണ് എന്ന് മനസ്സിലാവും. നമ്മൾ പൊതുവെ ആർക്ക് ഷേപ്പിലാണ് നമ്മൾ മഴവില്ല് കാണാം. പക്ഷേ ഇവിടെ നമുക്ക് ശരിക്കും ആ വട്ടം കാണാൻ പറ്റും മഴവില്ലിൻ്റെ. ഭയങ്കര പ്രഷറിൽ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് നമുക്ക് പേടിയൊക്കെ വരും. എന്നാൽ നമ്മൾ നിൽക്കുന്നത് വെള്ളച്ചാട്ടം താഴെയും അത് നല്ല ഫോഴ്സിലാണ് വീഴുന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിനൊക്കെ അത്രയും ബലം ഉണ്ടോ എന്നൊരു സംശയമൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര സേഫാണ് ഇവിടുത്തെ. അതിനൊരു ശരിക്കും 10-ൽ 10 തന്നെ കൊടുക്കാം. അത്രയ്ക്ക് സേഫിലാണ് അവർ അവിടെ പ്ലാറ്റ്ഫോം വെച്ചേക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ ആ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചു. അവിടെ നമുക്ക് റെയിൻ കോട്ട് കിട്ടും. യെല്ലോ കളർ റെയിൻ കോട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. ആ റെയിൻ കോട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ വെള്ളച്ചാട്ടം ആസ്വദിച്ചത്. ഞങ്ങൾ കുറച്ച് നേരം ആ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ മേലേക്ക് പോയി. അപ്പോൾ ഏകദേശം ഒരു 9:45 10 മണി അടുക്കാറായിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് നയാഗ്രയിൽ ഫയർ വർക്ക്സ് ഉണ്ട്, വെടിക്കെട്ട്. എല്ലാ ദിവസവും 10 മണിക്കുണ്ട്. അത് മാർച്ച് മാസത്തിൽ തൊട്ട് ഒക്ടോബർ വരെയാണ് ആ വെടിക്കെട്ട് നടക്കുന്നത്. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എക്സ്ട്രാ വെടിക്കെട്ടുണ്ടാവും. അങ്ങനെ 10 മണിക്ക് വെടിക്കെട്ട് ഞങ്ങൾ ഗോട്ട് ഐലൻഡിലിരുന്ന് ഞങ്ങൾ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഓപ്പോസിറ്റ് കാനഡയിൽ നിന്നാണ് വെടിക്കെട്ട് നടക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂവിങ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമായിട്ട് ഒരു 5 മിനിറ്റുള്ളെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെടിക്കെട്ടാണ്. നല്ലൊരു കൂട്ടപ്പൊരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വെടിക്കെട്ട് കണ്ട് അങ്ങനെ നയാഗ്രയിലെ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പതുക്കെ അന്നത്തെ ദിവസം അവസാനിച്ചു. പിന്നെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചൊക്കെ കണ്ടിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് US രീതിയൊന്നും അറിയില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ലോങ് ഡ്രൈവിൻ്റെ ഇടയിൽ ചില റെസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹൈവേ കുറച്ച് വിജനമായ ഏരിയ കൂടെ ആയിരിക്കും ഹൈവേ പോവുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിലൊക്കെ. അപ്പോൾ ഈ എക്സിറ്റൊക്കെ കുറച്ച് ഗ്യാപ്പിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് തന്നെ ഹൈവേയുടെ തൊട്ട് ചേർന്ന് ഉണ്ടാവാറുണ്ട്. ഈ ലാസ്റ്റത്തെ ട്രാക്ക് നേരെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയയിലേക്ക് പോകാം. അവിടെ ഈ ലോറി ഡ്രൈവേഴ്സ്, ലോങ് ഡ്രൈവ് ചെയ്യുന്ന ലോറി ഡ്രൈവേഴ്സും നമ്മുടെ പോലെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ടൂറിസ്റ്റേഴ്സും അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് തന്നിട്ട് അവിടെ റെസ്റ്റ് റൂംസ് ഉണ്ട്. ഒരു ഏരിയയിൽ നമുക്ക് വെൻഡിങ് മെഷീൻസ് ഉണ്ട്. ചെറിയൊരു പാർക്കായിരിക്കും. അപ്പോൾ നടക്കാം, കുറച്ച് നേരം നടന്ന്. പിന്നെ ഇവിടുത്തെ റോഡുകൾ നല്ലതായതുകൊണ്ടും സ്ട്രെയിറ്റ് ആയതുകൊണ്ടും നമുക്ക് ഡ്രൈവിങ്ങിന് ഒരു ക്ഷീണം ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ ആയാലും ഞങ്ങളിപ്പോൾ 700 കിലോമീറ്ററോളം ഓടിച്ചു. ക്ഷീണം ആയിട്ടില്ല. പക്ഷേ നമുക്ക് ബോറടിക്കും നിന്നിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ. അതുമാത്രം ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇങ്ങനത്തെ ഒരു റെസ്റ്റ് ഏരിയാസ് നമ്മുടെ അവിടെയും വേണമെന്നാണ്. അതിന് നമുക്ക് നാട്ടിലാണെങ്കിൽ ആണുങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് യൂറിൻ പാസ് ചെയ്യും. പക്ഷേ ലേഡീസിനൊക്കെ എപ്പോഴും ഇങ്ങനെ റെസ്റ്റ് ഏരിയ, നല്ല വൃത്തിയുള്ള റെസ്റ്റ് ഏരിയാസ് വേണം എന്ന് എനിക്ക് ആഗ്രഹിച്ചു പോയി. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഇതുപോലെ വരുന്നുണ്ട് റെസ്റ്റ് ഏരിയാസ്. പക്ഷേ ഇവിടെ നല്ല വൃത്തിക്കും ഭക്ഷണവും എല്ലാം നമുക്ക് അവിടെ വെൻഡിങ് മെഷീനിൽ കോഫി കിട്ടും, കഴിക്കാനും കിട്ടും. അത് നല്ലൊരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ നയാഗ്ര യാത്ര. ഈ നയാഗ്രയുടെ മെയ്ഡ് ഓഫ് ദി മിസ്റ്റും കേവിൻ്റെയൊക്കെ ഞങ്ങൾ 360 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.